എല്ലാവർക്കും ടെക് മലത്തിലേക്ക് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവോ T3 ലൈറ്റും മോട്ടോ G34 നമ്മളെ കമ്പാരിസൺ ആണ്. സോ മോട്ടോ G34 എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണ് നമ്മൾ T3 ലൈറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും രണ്ട് സ്മാർട്ട് ഫോൺസും 10K to 10,000 തൊട്ട് 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ്. സോ എക്സ്ട്രാ പൈസ കൊടുത്ത് മോട്ടോ G34 പോകണോ അല്ലെങ്കിൽ വിവോ T3 ലൈറ്റിൽ പോകണോ നമുക്ക് നോക്കാം. സോ നമുക്കിന് സ്പെക്കൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിവോ T3 ലൈറ്റിൽ 8.53 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. 185 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP64 റേറ്റിംഗ് ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ. മോട്ടോ G34 കാര്യം പറയുകയാണെങ്കിൽ 8 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. 180 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ആണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP52 റേറ്റിംഗ് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. സോ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടും അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സ്മാർട്ട് ഫോൺസ് തന്നെയാണ്. പക്ഷേ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഇച്ചിരി ബെറ്റർ വിവോ T3 ലൈറ്റ് ആയിരിക്കും, കാരണം IP64 റേറ്റിംഗ് വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഡിസൈൻ്റെ കാര്യമാണ് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. സോ നമ്മൾ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിവോ T3 ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6.56 ഇഞ്ചിൻ്റെ ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ച് വരുന്ന HD+90 ഹെർട്സ് IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 840 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരിക. മോട്ടോ G34 ആണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ പഞ്ച് ഹോൾ HD+120 ഹെർട്സ് IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 500 ഇഞ്ച് ബ്രൈറ്റ്നസ്, 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ഡിസ്പ്ലേക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. വിവോ T3 ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈയർ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 840 നിറ്റ്സ്, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. മോട്ടോയിലാണെങ്കിൽ നമുക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ പഞ്ച് ഹോൾ ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. മോട്ടോയുടെ കാര്യം പറയുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് മാത്രമേ കുറവുള്ളൂ. 500 നിറ്റ്സ്. രണ്ട് സ്മാർട്ട് ഫോൺസും ഇൻഡോർസൊക്കെ അടിപൊളിയായിരിക്കും, ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മോട്ടോയിൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് പുറത്ത് അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർസ് വരുമ്പോഴായിരിക്കും ഇച്ചിരി ഒരു ബ്രൈറ്റ്നസ് കുറവ് നമുക്ക് മനസ്സിലാക്കുക. എന്നാലും ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ മോട്ടോ G34 പോകണമായിരിക്കും ബെറ്റർ. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിവോ T3 ലൈറ്റിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ 3.5 മില്ലിമീറ്റർ ജാക്ക് വരുന്നുണ്ട്. അതേസമയം മോട്ടോ G34 ആണെങ്കിൽ ഡുവൽ സ്റ്റെരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 3.5 മില്ലിമീറ്റർ ജാക്ക് വരുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. സോ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല. ഓഡിയോയുടെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. മോട്ടോ G34 ആണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിവോ T3 ലൈറ്റിൽ നമുക്ക് MediaTek Dimensity 6300 ആണ് വരുന്നത്. 6 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും eMMC 5.1 സ്റ്റോറേജും ആണ് വരുന്നത്. ഹൈബ്രിഡ് കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ രണ്ട് സിം അല്ലെങ്കിൽ ഒരു സിം SD കാർഡ് ഇടാൻ പറ്റും. അതേസമയം മോട്ടോ G34 സ്നാപ്ഡ്രാഗൺ 695 ആണ് വരുന്നത്. 6 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. സ്പെക്കാണ് കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഹൈബ്രിഡ് കാർഡ്സിലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിഫറൻസ് ഉണ്ട്. eMMC 5.1 to UFS 2.2. സോ ബെറ്റർ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ നമ്മുടെ മോട്ടോ G34 വരുന്നത്. ഇത് നമ്മൾ ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിവോ T3 ലൈറ്റിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 4,47,617 ടോട്ടൽ. CPU 1,60,992 GPU 64,781 അതേസമയം മോട്ടോ G34 ആണെങ്കിൽ 4,39,099 CPU 1,56,508 GPU 84,507. സോ ഗെയിമിങ്ങിനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ മോട്ടോ G34 പോകണമായിരിക്കും, കാരണം GPUവിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണ്. പിന്നെ നമുക്ക് UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. സോ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ നിൽക്കുന്നത് നമ്മുടെ മോട്ടോ G34 ആണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. നമ്മുടെ eMMC 5.1 ശരിക്കും മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോഴല്ല, സ്റ്റോറേജ് ഒന്ന് ഫില്ലായി വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുക സ്പീഡ് ഡിഫറൻസ്. സോ പെർഫോമൻസ് ബെറ്റർ മോട്ടോ G34 തന്നെയാണ്. ഇനി നമ്മൾ OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ വിവോ T3 ലൈറ്റിൽ FunTouchOS 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ്. അതേസമയം മോട്ടോ G34 ആണെങ്കിൽ MyUX-ലാണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. സോ OS ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ മോട്ടോയുടെ തന്നെയാണ്, കാരണം ബ്ലോട്ട്വേർഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആഡ്സ് ഒന്നും ഉണ്ടാവില്ല, ലൈറ്റർ UI ആണ്. പക്ഷേ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കുറവാണ്. അതേസമയം വിവോയിൽ നോക്കുവാണെങ്കിൽ FunTouchOS 14 ആണ്. ആഡ്സും ബ്ലോട്ട്വേർഡ്സ് ഒക്കെ കാണും, പക്ഷേ 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ബെറ്റർ കിട്ടും. പിന്നെ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വിവോ T3 ലൈറ്റിൽ പ്രൈമറി നമുക്കൊരു 50 മെഗാ പിക്സലിൻ്റെ f1.8 ആപ്പത്തിൽ വരുന്ന സോണി IMX 852 ആണ് വരുന്നത്. 1080p 30 fps ആണ് മാക്സിമം. 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. അറിയാലോ, അതിൻ്റെ ഗുണമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ 8 മെഗാ പിക്സൽ f2.0 സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇവിടെയും 1080p 30 fps ആണ് വരുന്നത്. അതേസമയം മോട്ടോ G34 ആണെങ്കിൽ പ്രൈമറി ഒരു 50 മെഗാ പിക്സലിൻ്റെ f1.8 ആപ്പത്തിൽ വരുന്ന പ്രൈമറി സെൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത്. 1080p 30 fps 2 മെഗാ പിക്സൽ മാക്രോ ആണ് വരുന്നത്. അതും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല.
സെൽഫി ഒരു 16 മെഗാ പിക്സൽ f2.4 ആപ്പച്ചർ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത് 1080p 30fps. സോ പ്രൈമറി സെൻസർ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ പെർഫോമൻസ് നമുക്ക് വിവോയിലായിരിക്കും, കാരണം സോണി സെൻസർ കിട്ടുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ വെക്കുന്ന മോട്ടോ ആയിരിക്കും, കാരണം നമുക്ക് 50 മെഗാ പിക്സൽ പ്രൈമറി സെൻസറും കിട്ടുന്നുണ്ട്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് മോട്ടോയുടെ. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ മോട്ടോ ആയിട്ട് പോകുന്നതായിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിനും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇപ്പം നമ്മുടെ വിവോ T3 കാര്യം നമ്മൾ പറയുവാണെങ്കിൽ നമ്മളിനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ രണ്ട് സ്മാർട്ട് ഫോൺസിലും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. സോ വിവോ T3 കാര്യം നമ്മൾ പറയുവാണെങ്കിൽ 15 വാട്ട് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ബോക്സിൽ കിട്ടൂല, പുറത്ത് വാങ്ങിക്കേണ്ടി വരും. സോ അതിൻ്റെ പ്രൈസും കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പം ഈ മോട്ടോയുടെ ആ സെയിം പ്രൈസ് ആവും. പിന്നെ നമ്മൾ മോട്ടോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട് ചാർജർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ബോക്സിൽ കിട്ടുന്ന 20 വാട്ട് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. നല്ല കാര്യം തന്നെയാണ്, നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ. സോ ബാറ്ററിയുടെ കാര്യങ്ങളും ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോയിൽ തന്നെയാണ്. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വിവോ T3 ലൈറ്റിൽ 8 5G ബാൻഡാണ് വരുന്നത്. വൈഫൈ 5 ആണ്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, 3.5mm ജാക്ക് വരുന്നുണ്ട്, USB Type-C 2.0 വരുന്നുണ്ട്, ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതേസമയം മോട്ടോയിലാണെങ്കിൽ 12 5G ബാൻഡ് വരുന്നുണ്ട്, വൈഫൈ 5 ആണ്, ബ്ലൂടൂത്ത് 5.1, 3.5mm ജാക്ക് വരുന്നുണ്ട്, USB Type-C 2.0 വരുന്നുണ്ട്, ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കണക്ടിവിറ്റി കാര്യത്തിലും ബെറ്റർ ആയിട്ട് എടുക്കുന്ന മോട്ടോ തന്നെയാണ്. ഇനി നമുക്ക് പ്രൈസിന്റെ കാര്യം നമ്മൾ നോക്കാം. വിവോ T3 ലൈറ്റിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. ഒന്ന് 4GB 128, അതിന് 10,500 പ്രൈസ് വരിക. പിന്നെ 6GB 128 11,500. അതേസമയം മോട്ടോ G34 ആണെങ്കിൽ രണ്ട് വേരിയന്റ് തന്നെയാണ്. 4GB 128 11,000 രൂപയും 8GB 128 12,000 രൂപയും. സെയിം പ്രൈസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ചാർജറിന്റെ പ്രൈസും കൂടി നമ്മൾ വിവോയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ സെയിം പ്രൈസ് ആവും. സോ രണ്ടും സെയിം പ്രൈസിൽ വരുന്നത്. സോ ആരൊക്കെ എന്ത് കാര്യത്തിനാണ് ബെറ്റർ നോക്കാം. സോ ഹൂസ് ബെറ്റർ നോക്കാം. നമ്മൾ വിവോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ക്യാമറ ആണ്, പ്രൈമറി സെൻസർ, പിന്നെ IP64 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം മോട്ടോയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 120 ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ജൈറോസ്കോപ്പ് കിട്ടുന്നുണ്ട്, സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ കിട്ടുന്നുണ്ട്. നമുക്ക് വിവോ T3 ലൈറ്റിൽ ജൈറോസ്കോപ്പും ഇല്ല, സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ഇല്ല കേട്ടോ. സോ അത് നമുക്ക് രണ്ടും നമുക്ക് നമ്മുടെ മോട്ടോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് നമുക്ക് മോട്ടോയിൽ കിട്ടുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. ബെറ്റർ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ രണ്ടിന്റെ സ്പെക്ക് നോക്കി, ഹൂസ് ബെറ്റർ എന്നൊക്കെ നോക്കി ഏതൊക്കെ കാര്യങ്ങളാണെന്ന്. സോ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം. സോ എൻ്റെ രീതി പറഞ്ഞ ബെറ്റർ എന്ന് വെച്ചാൽ മോട്ടോ G34 ഇട്ട് പോകണമായിരിക്കും നല്ലത്. കാരണം സെയിം പ്രൈസാണ് രണ്ടും. കാരണം ആ വിവോയിലിട്ട് ആ ബാറ്ററി അല്ലെങ്കിൽ ആ ചാർജറിന്റെ പ്രൈസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം ആയി. ആ പ്രൈസിൽ നമുക്ക് ബെറ്റർ സ്പെക്ക് നമുക്ക് മോട്ടോ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ വിവോയിട്ട് പോകണം? അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ മോട്ടോയിട്ട് പോകണമായിരിക്കും നല്ലത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.